കാട്ടാനകളെയും കാട്ടുപോത്തിനെയും ഒക്കെ കണ്ട് ആന ചൂരടിച്ചൊരു യാത്ര ചെയ്യണമെങ്കിൽ അച്ചൻകോവിൽ നിന്നും കോന്നിയിലേക്ക് തന്നെ പോകണം. അപ്പോൾ കോന്നിയിൽ നിന്നും അച്ചൻകോവിലേക്ക് പോകാൻ പറ്റില്ല, റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, പാലം കംപ്ലീറ്റ് ആയി പണി നടക്കുകയാണ്. ഏതായാലും നിങ്ങൾ അച്ചൻകോവിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് കാട്ടാനകളെയും കാണാം, കാട്ടുപോത്തിനെയും കാണാം, എല്ലാത്തിനെയും കാണാം. അതേ ഇത് നമ്മൾ കല്ലേലിയിൽ നിന്നും വന്ന് നമ്മൾ കൊക്കാതോട് തിരിയുന്ന നമ്മുടെ കല്ലേലി പാലത്തിന്റെ സമീപത്താണ് ആന വന്നൊരു മേച്ചിന് വന്നിരിക്കുന്നുണ്ട്. ഒരു കടയുള്ളത് നല്ല ടിപ്പർ ലോറി കൊണ്ടുവച്ച് ഇടിച്ച് തകർത്ത കണക്ക് ചവിട്ടി മരിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ശബരിമലയിലേക്കാണ്. കാനനപാതയാണ്. കല്ലേലി അപ്പുക്കൻകാവിന്റെ മുന്നിൽ കൂടി അങ്ങോട്ട് പോകാം. പത്തനംതിട്ട വഴി പോകുന്ന റൂട്ടാണ്. ഏതായാലും നമ്മുടെ ഈ വനക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ ഇങ്ങനെ യാത്രകളിൽ നിങ്ങൾക്ക് ദുഷ്കരമായ കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലത്തും പോയി ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുനലൂരും പത്തനംതിട്ടയും കോന്നിയും ശബരിമലയും ഒക്കെ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടോ. കാനനപാതയാണ് നമ്മുടെ ശബരിമല യാത്രികരുടെ. എങ്കിലും പക്ഷേ ആനകളുടെയും കാട്ടുപോത്തുകളുടെയും മറ്റു വന്യമൃഗങ്ങളുടെയും ഒരു വികാര കേന്ദ്രമാണ് കേട്ടോ. നമ്മുടെ വനപാതയിൽ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു ബോർഡാണ്, വനപാതയിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സൂക്ഷിച്ചു പോവുക. ആന തന്നെ വിചാരിക്കും ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ കുറ്റം പറഞ്ഞ് ബോർഡ് വെക്കുന്നത്. അതുകൊണ്ട് ഫോറസ്റ്റിന്റെ പല ബോർഡുകൾ ആന ചവിട്ടി ഒടിച്ചു വെച്ചിരിക്കുകയാണത്. അടുത്ത പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലുള്ള പശുക്കളൊക്കെ മേച്ചിൽ കഴിഞ്ഞ് ഒരു 5 മണി സമയം കഴിഞ്ഞപ്പോൾ വനത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. കൂട്ടമായിട്ടാണ് വരുന്നത്. ഞങ്ങളെ കൊണ്ടൊന്ന് അറച്ചെഴുന്നേറ്റാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റുണ്ട്. പക്ഷേ യാത്രയൊക്കെ ഇച്ചിരി റിസ്ക് ആണ്. സൂക്ഷിച്ചു പോകണം. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പ്രശ്നങ്ങളാണ്, അപകടം നേരിടാം. ദേ ഈ കട പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മളെയും ഇടിച്ചിഞ്ച പരുവായി കളയും. ഏതായാലും അടുത്ത ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ വനക്കാഴ്ചകളുമായി വീണ്ടും എത്തും. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.